ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പാഞ്ഞു നടക്കുകയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വോട്ടാണ്. കന്യാസ്ത്രീകൾ 6-7 ദിവസം ജയിലിൽ കിടന്നെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ അടപടലം വന്ന് BJPക്ക് വോട്ട് ചെയ്യാൻ നോക്കി അദ്ദേഹം പ്രതീക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രധാനമന്ത്രിയെ കാണുന്നു, അമിത്ഷയെ കാണുന്നു, പിന്നീട് പാഞ്ഞ് എറണാകുളത്ത് വന്ന് സെന്റ് തോമസ് മൗണ്ടില് മാർ റാഫേൽ തട്ടലിനെ കാണുന്നു. സീറോ മലബാർ സഭയുടെ തലവൻ, ആത്മീക തലവനാണ് അദ്ദേഹം, അദ്ദേഹത്തെ കാണുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ CBCയുടെ പ്രസിഡന്റ്, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്തിനെ തൃശ്ശൂരിൽ പോയി സന്ദർശിക്കുന്നു, വർത്തമാനങ്ങളൊക്കെ പറയുന്നു, ഇതിനിടയ്ക്ക് പോഴത്തങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് BJPയുമായിട്ട് ബന്ധമുള്ള പാർട്ടിയൊന്നും അല്ലെന്ന, സംഘപരിവാരപരെന്ന. പിന്നെ ഈ ബജ്രംഗ് ദളുകാര് ഏതെങ്കിലും മാവോയിസ്റ്റ് ഗ്രൂപ്പാണോ? അവര് BJPയുമായി ബന്ധമില്ലാത്ത സംഘപരിവാറിന്റെ ഭാഗമല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോലും ഇതുപോലെ അതിക്രമങ്ങൾ കാണിക്കാൻ സാധിക്കുക? കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു, അവർ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന യുവതികളെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ തല്ലുന്നു. എന്തൊരു അട്ടഹാസങ്ങളായിരുന്നു അവര് പോലീസ് സ്റ്റേഷൻ നടത്തിയത്. ഇവർക്ക് BJPയുമായി ബന്ധമില്ലെങ്കിൽ ഇതൊക്കെ സാധിക്കുമോ? ഇതിനുള്ള അധികാരമുണ്ടോ? അതിനുള്ളൊരു ധൈര്യം കാണിക്കുമോ അവര്? എന്നിട്ട് പറഞ്ഞു അവര് BJPയുടെ ഒരു സംഘപരിവാറിന്റെയോ ഭാഗമല്ലെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളെയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും പിടികൂടിയത് BJP സർക്കാരും ഒന്നുമല്ല, പിന്നെ പോലീസല്ലേ അവരെ അറസ്റ്റ് ചെയ്തത്. മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്താൽ ജയിലിലാക്കാൻ പറ്റുമോ? റിമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇത് ആരോടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഇതൊക്കെ പറയുന്നത്? അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. സാറെ, ബുദ്ധിയുള്ള ജനമായി ഇവര്, ഈ മലയാളികള്. അവർക്ക് ഏത് കുശുമ്പും കുന്നായ്മയും പെട്ടെന്ന് മനസ്സിലാക്കുന്നവരാ. അവരുടെ മുമ്പിൽ ഈ കളി കളിക്കാമോ? അവരുടെ രീതികളും അവരുടെ കഴിവൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടി ഇതുപോലുള്ള പോഴത്തങ്ങൾ പറയുന്നതിന്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. UDFും LDFും കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ചെയ്യുന്നത് വെറും അവസരവാദ രാഷ്ട്രീയമാണെന്ന്, അതുപോലെ തന്നെ വെറും നാടകമാണെന്ന് അവരവിടെ പ്രതിഷേധിച്ചു. ഛത്തീസ്ഗഡില് തലസ്ഥാനത്ത് പ്രതിഷേധിച്ചു, ജയിലിൽ പോയി ഈ കന്യാസ്ത്രീകളെ കണ്ടു. അപ്പോ അവർ ഈ ഛത്തീസ്ഗഡിൽ നടത്തിയ പ്രതിഷേധങ്ങള്, പാർലമെന്റിന് മുമ്പിലെ കോൺഗ്രസ് അംഗങ്ങള്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MP നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങള്, ഇതൊക്കെ മോശമായി പോയെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ 2 കന്യാസ്ത്രീകൾ, അവര് മലയാളികളാ, കേരളത്തിൽ നിന്നുള്ളവരാ, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു, കൂടെയുള്ള സ്ത്രീകളെ ജയിലിലാക്കുന്നു. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാ, നിയമവിരുദ്ധമായ കാര്യങ്ങളാ. അവർ നിരപരാധികളാ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പ്രതിഷേധിക്കണ്ടേ, പ്രതികരിക്കണ്ടേ? അപ്പൊ ഗവൺമെന്റിന് തോന്നിയതുപോലെ നടന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയാണോ വേണ്ടത്? ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വസ്തുത ആരും അറിയുമായിരുന്നില്ല. മാധ്യമങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് പുറം ലോകം ഈ രീതിയിൽ മനസ്സിലാക്കുമായിരുന്നില്ല. അവസാനം കന്യാസ്ത്രീകള് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് എന്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് പിടുത്തം കിട്ടുന്നില്ല. ഇനി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇവിടെ അറസ്റ്റ് ഉണ്ടായതെന്ന്. ശരി, വാദത്തിന് വേണ്ടി അതങ്ങ് സമ്മതിക്കാം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇത് മനുഷ്യക്കടത്താണെന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, അതിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ജാമ്യം കിട്ടാതെ അവർ 7 ദിവസം ജയിലിൽ കിടന്നത്? അതിന് മറുപടി ഉണ്ടോ? അവർക്ക് ജാമ്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാ? സർക്കാർ എതിർത്തതുകൊണ്ടാ. എന്തായിരുന്നു ഗവൺമെന്റ് നിലപാട്? ഇത് NIA കോടതി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞിട്ടാണ് മാറ്റിവെപ്പിച്ചത്. ഈ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു നേതാവ്, അങ്ങയുടെ ഒരു സിൽബന്തി, ഒരു ജനറൽ സെക്രട്ടറി അവിടെ പോയല്ലോ, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും കണ്ടല്ലോ, ജാമ്യത്തെ എതിർക്കരുതെന്ന് പറഞ്ഞല്ലോ, എതിർക്കുകയാണെന്ന് പുറത്തു വന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഒരു പ്രയാസമില്ല, പിറ്റേന്ന് തന്നെ അവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇത് തെറ്റിദ്ധാരണ കൊണ്ടൊന്നുമല്ല, ഇത് വളരെ ബോധപൂർവമാണ്. ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുക, അത് പറ്റുമെങ്കിൽ അവസാനിപ്പിക്കാൻ നോക്കുക, ഇതൊക്കെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ തകർക്കണം അവർക്ക്. അതിനുള്ള ശ്രമങ്ങളാണ് BJPയും ബജ്രംഗ് ദളും ഗവൺമെന്റും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പം നമ്മുടെ ചന്ദ്രശേഖർ സാർ വന്നിട്ട് പറയാ ഇത് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായി പോയ അറസ്റ്റാണെന്ന്. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടിയോടൊക്കെ പ്രതിഷേധിച്ചത് രാഷ്ട്രീയ നാടകമാണെന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലെ അവസരവാദ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ ചെന്നതോ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും
കാവി ഷാൾ അണിയിക്കുന്നു, എന്തോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ നാടകമായിരുന്നു, അതോ കോൽക്കളിക്ക് പോയതായിരുന്നോ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലേക്ക്? പറയുമ്പോ ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിയുണ്ട് എന്നൊരു തോന്നല് അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും വേണം. ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിലെ ഇനി ജാമ്യാപേക്ഷ വരുമ്പോ സംസ്ഥാന സർക്കാരിനെ എതിർക്കുകയില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണ്. എന്തായാലും ജാമ്യം കിട്ടും, കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. ജാമ്യം കിട്ടാൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശുപാർശ വേണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ടായാലും കിട്ടുമല്ലോ, നിയമപരമായിട്ട് കിട്ടുമല്ലോ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവര് നിരപരാധികളായി 2 കന്യാസ്ത്രീകളും കൂടെയുള്ള പെൺകുട്ടികളും ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കേണ്ടതിലേറെ അനുഭവിച്ചു കഴിഞ്ഞു. 7 ദിവസമായിട്ട് അവർ ജയിലിൽ കിടക്കുക, വെറും നിലത്താണ് കിടക്കുന്നത്. 2 കന്യാസ്ത്രീകളും വാതരോഗമുള്ളവരാ. അവരുടെ കൊന്തപോലും ധരിക്കാൻ സാധിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. എന്നിട്ടിപ്പോ ജാമ്യം കിട്ടിക്കഴിഞ്ഞാല് ദയവ് ചെയ്ത് ഇത് അമിത്ഷാ സംഘടിപ്പിച്ച് തന്നതാണെന്നും പറഞ്ഞ് ആരും വന്നേക്കരുത്. രാജീവ് ചന്ദ്രശേഖരനടക്കം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം, കേരളത്തിലെ നസ്രാണികളെ പറ്റിക്കാൻ വെച്ച വെള്ളം രാജീവ് ചന്ദ്രശേഖരൻ സാറേ അതങ്ങ് വാങ്ങി വെച്ചേര്.